നമസ്കാരം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് ഇന്ന്. ഗോസസ് തിയറവും അതിന്റെ ആപ്ലിക്കേഷൻസും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പരീക്ഷാ പ്രധാനമായിട്ട് വളരെ ബ്രീഫ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു വസ്തുവിന് ചാർജ് ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് ഇലക്ട്രോണിക് ചാർജിന്റെ ഇൻഡിജർ വാല്യൂസ് ആയിട്ടായിരിക്കും എന്നുള്ളതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്ന സ്റ്റേറ്റ്മെന്റ് സൂചിപ്പിക്കുന്നത്. N ഈസ് an integer and E is electronic charge and its value is 1.6 into 10 power minus 19 coulomb. ഇലക്ട്രോൺസ് ലഭിച്ചു കഴിയുമ്പോൾ നെഗറ്റീവ് ചാർജ് ആവുകയും ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യുന്നു. 1E 2E 3E അല്ലെങ്കിൽ -2 1E -2E -3E ഈ വാല്യൂസ് ഒക്കെ പോസിബിൾ ആണ്. പക്ഷേ അര-E 1.5E 2.5E ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ചാർജിന്റെ വാല്യൂസ് ഒന്നും പോസിബിൾ അല്ല. അടുത്തതായി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. They are pictorial representation of electric field. ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കുമെന്ന് ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് അറ്റ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജിൽ നിന്നും തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഒരു കാരണവശാലും ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇന്റർസെക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു സിസ്റ്റം ഓഫ് ചാർജസ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ളത് കർവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഈസ് എ കർവ് ഡ്രോൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടാൻജന്റ് ടു ഇറ്റ് അറ്റ് ഈച്ച് പോയിന്റ് ഈസ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദി നെറ്റ് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതായത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലെ ടാൻജന്റ്, ആ കർവിന്റെ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ ഡിറക്ഷൻ സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ no two electric lines of force will intersect. If the two electric field lines intersect at that point, then there will be two directions for electric field at that point. But this is not possible. ഒരു കാരണവശാലും ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡിറക്ഷൻ ഉണ്ടാവുകയില്ല. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒരൊറ്റ ഡിറക്ഷനേ ഉണ്ടാവുകയുള്ളൂ. സോ two electric field lines never intersect each other at a point. അടുത്തത് കൂളോംസ് ലോ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂളോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the electrostatic force between two stationary point charges is directly proportional to the product of the magnitudes of the charges and inversely proportional to the square of the distance between them. അതായത് രണ്ട് ചാർജുകൾക്കിടയിലുള്ള ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവയുടെ അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. Let us consider 2 point charges Q1 and Q2 separated by a distance r. Then according to Coulomb's law, F proportional to Q1 Q2 divided by r square. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായി ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ആ കോൺസ്റ്റന്റ് ആണ് 1/4π എപ്സിലോൺ. എപ്സിലോണിന് പറയുന്നത് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നാണ്. ഇനി മീഡിയത്തിന് പകരം എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ കൂളംസ് ലോയുടെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ എഴുതാൻ പറ്റും. The magnitude of force F equal to 1/4π epsilon 0 Q1 Q2 divided by r square, where epsilon 0 is called the permittivity of air and its value is 8.85 into 10 power minus 12 coulomb square per Newton per meter square. അടുത്തത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? Region around a charge where its influence can be felt. ഒരു ചാർജിന് ചുറ്റും അതിന്റെ സ്വാധീനം അനുഭവപ്പെടുന്ന മേഖലയാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിൽ
ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ്, വളരെ ചെറിയ ഒരു യൂണിറ്റ് പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചു കഴിഞ്ഞാൽ അതിലനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് is defined as the force experienced by unit positive test charge placed at that point. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടെസ്റ്റ് ചാർജ് വളരെ ചെറുതായിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിന്റെ വാല്യൂവിനെ ഒരു കാരണവശാലും ടെസ്റ്റ് ചാർജ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ E equal to F/Q. ഓൾസോ E equal to 1/4πε0 Q/r². ഇതിന്റെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കാനുണ്ട്. ഇലക്ട്രിക് ഫീൽഡും വെക്ടറാണ്, നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. അടുത്തത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ഒരു സിസ്റ്റമാണ്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ വെക്ടർ ഡിസ്റ്റൻസ്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small distance is called an electric dipole. ഇലക്ട്രിക് ഡൈപോളിന്റെ മെഷർമെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കൊണ്ട് സൂചിപ്പിക്കുക. ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ചാർജസ് ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ P equal to Q into 2A. അടുത്തതായിട്ട് ഡയഗ്രാം വരച്ച് പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷനുകളാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഓൺ ദി ആക്സിയൽ ലൈൻ ആൻഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈൻ. ഓൺ ദി ആക്സിയൽ ലൈൻ E equal to 1/4πε0 2p/r³. This is the magnitude only. And on the equatorial line E equal to 1/4πε0 p/r³. ഇവിടെയും ഡിറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്നുള്ളത്. ഇതിപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. We can see that ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇരട്ടിയായിരിക്കും ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. നെക്സ്റ്റ് ഈസ് ടോർക്കിന്റെ കാര്യമാണ്. റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ദി ഡൈപോൾ ഇസ് ടോർക്ക്. ടോർക്ക് ടോ ഈക്വൽ ടു P ക്രോസ് E. മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുകയാണെങ്കിൽ ടോ ഈക്വൽ ടു PE സൈൻ തീറ്റ. Theta is the angle between the electric field and the axis of the dipole. Torque is maximum when theta equal to 90 degree and that is PE. Torque is minimum when theta equal to 0, that is torque equal to 0. Now let us discuss a very important theorem and that is Gauss's theorem. ഒരു സർഫസിൽ കൂടി പെർപെൻഡിക്കുലറായി കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുക. ആ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാനുള്ളതാണ് ഗോസസ് തിയറം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the total electric flux over a closed surface enclosing a charge is equal to 1/ε0 times the net charge enclosed. ഫ്ലക്സിനെ ഫൈ എന്ന ഗ്രീക്ക് ആൽഫബറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഫൈ ഈക്വൽ ടു 1/ε0 ടൈംസ് Q എൻക്ലോസ്ഡ്. Q എന്നത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് ആണ്. ഒരു എലിമെന്റൽ ഏരിയ DS-ൽ കൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എത്രയായിരിക്കും? ഇന്റഗ്രൽ ഓവർ ദി ക്ലോസ്ഡ് സർഫസ് വെക്ടർ E ഡോട്ട് വെക്ടർ DS is equal to Q/ε0. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഗോസസ് ലോ എന്ന് പറയുന്നത് ഏതൊരു ക്ലോസ്ഡ് സർഫസിനെ സംബന്ധിച്ചും ട്രൂ ആയിരിക്കും. അതിന്റെ സൈസോ ഷേപ്പോ ഒന്നും പ്രധാനമല്ല. ഏത് ക്ലോസ്ഡ് സർഫസ് ആയിരുന്നാലും ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ സിമ്മട്രി ഉള്ള ഏതൊരു സിസ്റ്റത്തിലെയും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഗോസസ് ലോ ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഡിപ്പെൻഡൻസ് ഓൺ ഡിസ്റ്റൻസ് കണ്ടെയ്ൻഡ് ഇൻ ദി കൂളംസ് ലോ. കൂളംസ് ലോയില് ഡിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സ് എന്ന് നമുക്കറിയാം.
അതേ കാര്യം തന്നെയാണ് ഇവിടെ ഗോസസ് ലോയിലും വരുന്നത്. ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ ഓർ ഇൻഫിനിറ്റ് ലൈൻ ചാർജ്. പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ലൈൻ ചാർജിന്റെ പറ്റിയ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആണ്. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദി ഗോഷ്യൻ സർഫസ് φ ഈക്വൽ ടു E × 2πRL. ഇവിടെ കർവ്ഡ് സർഫസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ടോപ്പ് ഫ്ലാറ്റ് സർഫസിലെയും ബോട്ടം ഫ്ലാറ്റ് സർഫസിലെയും ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കർവ്ഡ് സർഫസിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡിറക്ഷനിൽ വരുന്നത് കൊണ്ട് ഫ്ലക്സ് φ സർഫസ് ഇന്റഗ്രൽ E.ds അതിന്റെ വാല്യൂ E × 2πRL എന്ന് വരുന്നത്. cos θ ഈക്വൽ ടു cos 0 ഈക്വൽ ടു 1 അങ്ങനെയാണ് E × 2πRL എന്നുള്ള വാല്യൂ വരുന്നത്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഈസ് Q ഈക്വൽ ടു lambda × L where lambda is the linear charge density or charge per unit length. ഇനി സർഫസ് ഇന്റഗ്രൽ E.ds is equal to 1/ε0 Q × Q എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് E × 2πRL is equal to λL divided by ε0. L and L gets cancelled both sides. Then E equal to 1/2πε0 into lambda divided by R എന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കേർഡ് സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം അതൊരു വെക്ടർ ആണെന്നുള്ളത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ ആണ്. ഇവിടെ 3 കേസുകളാണ് പറയാനുള്ളത്. പോയിന്റ്സ് ഔട്ട്സൈഡ് ദ ഷെൽ, points on the surface of the shell, points inside the shell. We consider a charged spherical shell of radius capital R at a point P, distance small r, from the center of the charged spherical shell. We have to consider the electric field intensity first. For that, total flux enclosed by the Gaussian surface we have to find out, and we know that value is E × 4πr², where small r is the radius of the Gaussian surface. Now, total charge enclosed by the spherical shell is Q equal to sigma × 4πR², where capital R is the radius of the shell. ഗോസസ് തിയറത്തില് ക്യൂവിന്റെ വാല്യൂവും സർഫസ് ഇന്റഗ്രൽ E.ds ഓർ ഫൈയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. E × 4πr² ഈക്വൽ ടു സിഗ്മ × 4πR² ഡിവൈഡഡ് ബൈ ε0. Thus we have E equal to R² sigma divided by r² into ε0, or E equal to 1/4πε0 Q by r². On the surface of the shell എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? അതിന്റെ മൂല്യം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുക σ/ε0 എന്നായിരിക്കും. കാരണം on the surface of the shell r equal to R. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന വാല്യൂ സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും. Or E equal to 1/4πε0 Q by R², where capital R is the radius of the spherical shell. തേർഡ് കേസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോയിന്റ്സ് ഇൻസൈഡ് ദി ഷെൽ ആണ്. ഇൻസൈഡ് ദി ഷെൽ no charge is enclosed, or E × 4πr² is equal to 0. Thus E equal to 0 inside the shell. Vanishing of the electric field E equal to 0 inside a charged conductor is called electrostatic shielding. അതായത് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കാറിനുള്ളിലോ വീടിനുള്ളിലോ ഒക്കെ ആവുന്നതാണ് തുറസായ സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സേഫ് എന്ന് പറയുന്നത്.
അകത്തായിരിക്കുമ്പോൾ ചാർജ് ഒന്നും എൻക്ലോസ്ഡ് ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവ്ലി ചാർജ്ഡ് ഷീറ്റ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവിടെ പറ്റിയ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആയിട്ട് എടുത്തിരിക്കുന്നു. ഗോഷ്യൻ സർഫസിന്റെ കർവ്ഡ് പോർഷനിലെ ഫ്ലക്സ് വരുന്നില്ല, കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഫ്ലക്സിന്റെ മൂല്യം 0 ആയിരിക്കും. 2 ഫ്ലാറ്റ് സർഫസുകളിലെ മാത്രം ഫ്ലക്സ് എടുത്താൽ മതിയായിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ ദി ഗോഷ്യൻ സർഫസ് ഈസ് phi equal to E into 2A, where A is the area of cross section of the flat portion. Total charge enclosed is Q equal to sigma into A, where sigma is the surface charge density of the plane sheet of charge. Using Gauss's law, E into 2A. 2A വരാൻ കാരണം എന്താണ്? 2 ഫ്ലാറ്റ് സർഫസുകളിലെയും കൂടിയുള്ള ഏരിയ ആണ്. E into 2A equal to sigma A divided by epsilon 0. Thus E equal to sigma divided by 2 epsilon 0. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി ഷീറ്റ് ഓഫ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ടുവേഴ്സ് ദി ഷീറ്റ് ഓഫ് ചാർജ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വരുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 2 ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്സ് ഓഫ് ചാർജ് ആണെങ്കിലാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് കൊടുത്തിരിക്കുന്നു, അതായത് പ്ലസ് സിഗ്മ ആണ് അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി. രണ്ടാമത്തത് നെഗറ്റീവ് ചാർജ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് സിഗ്മ എന്നുള്ളതാണ്. റീജിയൻ 1, 2, 3 ഡയഗ്രത്തിൽ വ്യക്തമായിട്ട് കാണാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ഷീറ്റ് E equal to sigma divided by 2 epsilon 0 എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ കണ്ട ആ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. റീജിയൻ 1, ഇപ്പൊ റീജിയൻ 1ൽ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പോസിറ്റീവ് ചാർജ് ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, that is away from the positive charge, and due to the negative sheet it is towards the positive charge sheet. So both are equal and opposite, therefore electric field is equal to 0. So in the region 1 electric field is 0. Now in the region 2ല് പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എവേ ഫ്രം ദി പോസിറ്റീവ് ഷീറ്റ് ആണ്. അതുപോലെ നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ടുവേഴ്സ് ദ ഷീറ്റ് ആണ് വരുന്നത്. അപ്പോ 2 പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും നെഗറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും രണ്ടിന്റെയും ഡിറക്ഷൻ ഒരുപോലെ തന്നെയായിരിക്കും വരുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറയുമ്പോഴേക്കും സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഇനി റീജിയൻ 3യിൽ വരുമ്പോൾ ഡയഗ്രത്തിൽ നോക്കുക. റീജിയൻ 3യിൽ വരുമ്പോൾ പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എവേ ഫ്രം ദി നെഗറ്റീവ് ചാർജ് അതായിരിക്കും വരുന്നത്. ഇനി നെഗറ്റീവ് ചാർജ് ഷീറ്റ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ 3യിൽ എന്ന് പറയുന്നത് ടുവേഴ്സ് ദി
നെഗറ്റീവ് ഷീറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ബോത്ത് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ദെയർഫോർ ദ റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇസ് ഈക്വൽ ടു 0. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ പേജിൽ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു എ ഡൈപോൾ ആണ്. പോസിറ്റീവ് ചാർജിൽ നിന്ന് തുടങ്ങി നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്ന കർവ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ഓൺ ഇറ്റ്സ് ആക്സിയൽ ലൈൻ, ഇക്വറ്റോറിയൽ ലൈൻ, ദെൻ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, obtain an expression for the torque on an electric dipole, Gauss's theorem and its applications, electrostatic shielding, ഇതൊക്കെയാണ്. So thank you so much. Study well. 20 മിനിറ്റില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. +2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം.